ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് വായനാ ദിന ക്വിസിന് വേണ്ടിയിട്ടുള്ളതാണ്. കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂൺ 19. ആരുടെ ചരമദിനമാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കരുടെ ചരമദിനം. എന്നാണ് PN പണിക്കർ ജനിച്ചത്? ഉത്തരം 1909 മാർച്ച് 1. PN പണിക്കരുടെ ചരമദിനമാണല്ലോ കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്. എന്നാണ് അദ്ദേഹം അന്തരിച്ചത്? ഉത്തരം 1995 ജൂൺ 19. PN പണിക്കരുടെ ജന്മസ്ഥലമായ നീലംപേരൂർ ഏത് ജില്ലയിലാണ്? ഉത്തരം ആലപ്പുഴ ജില്ല. PN പണിക്കരുടെ മാതാപിതാക്കളുടെ പേര് എന്താണ്? ഉത്തരം പിതാവ് ഗോവിന്ദപിള്ളയും മാതാവ് ജാനകിയമ്മയും. തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷന്റെ മുദ്രാവാക്യം എന്താണ്? ഉത്തരം വായിച്ചു വളരുക. കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതി രൂപീകൃതമായത് എന്നാണ്? ഉത്തരം 1977. കേരള ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 14. PN പണിക്കരുടെ ഓർമ്മയ്ക്കായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷമാണ്? ഉത്തരം 2004 ജൂൺ 19. സനാതനധർമ്മം എന്ന ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ഉത്തരം PN പണിക്കർ. ഏത് വർഷമാണ് PN പണിക്കർ സനാതനധർമ്മം എന്ന ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത്? ഉത്തരം 1926. PN പണിക്കർ സ്മാരക ഗവൺമെന്റ് LP സ്കൂൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം അമ്പലപ്പുഴ. 1945 തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപവൽക്കരിച്ചത് ആരാണ്? ഉത്തരം PN പണിക്കറാണ് തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപവൽക്കരിച്ചത്. വായിക്കപ്പെടുന്നത് എന്ന അർത്ഥമുള്ള പുണ്യഗ്രന്ഥം ഏതാണ്? ഉത്തരം വിശുദ്ധ ഖുർആൻ. വായനാ ദിനത്തിന്റെ സന്ദേശം എന്താണ്? ഉത്തരം വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. PN പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏതാണ്? ഉത്തരം ക്രുപ്സ്കയ അവാർഡ്. ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള ഗ്രന്ഥശാല സംഘം ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമന്റ് ചെയ്യൂ. വിജയികളെ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.